ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 27-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1299 ഇടവമാസം 13-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം 6-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം തിങ്കളാഴ്ച ദിവസം രാവിലെ 10:15 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം ഉത്രാട നക്ഷത്രമാണ് പകൽ പൂർണ്ണമായിട്ടും വന്നു ചേരുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ തിങ്കളാഴ്ച ദിവസവും ഉത്രാടവും നക്ഷത്രവും എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 10:15 ഉത്രാട നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാവിലെ 9:35. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നത് ധനുക്കൂറിൽപ്പെട്ടതും മകരക്കൂറിൽപ്പെട്ടതും ആയ നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രത്തെ ജ്യോതിഷം 2 കൂറുകളിലാക്കിയാണ് ക്രമീകരിച്ച് വച്ചിരിക്കുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം അത് ധനുക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കൂറിലുമാണ്. അപ്പോൾ ധനുരാശിയിലുള്ള ധനുക്കൂറിലുള്ള ഉത്രാടത്തിൻ്റെ ഒരു പാദം നക്ഷത്ര സമയത്തെ അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഒരു പാദത്തെ ഉത്രാടം കാൽ എന്നാണ് വിളിക്കുന്നത്. പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കൂറിൽ വരുന്നു. അതിനെ ഉത്രാടം മുക്കാൽ എന്നും വിളിക്കുന്നു. അപ്പോൾ ഉത്രാടം മുക്കാലും ഉത്രാടം കാലും എന്താണെന്ന് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായല്ലോ. ഉത്രാട നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ആദ്യത്തെ ഒരു പാദം ധനുക്കൂറിലാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനെ ഉത്രാടം കാൽ എന്ന് വിളിക്കുന്നു. പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കൂറിലാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ആ 3 പാദങ്ങളെ ഉത്രാടം മുക്കാൽ എന്ന പേരിലും വിളിക്കുന്നു. ഇനി നാളെ ഉത്രാടം കാലിൻ്റെ സമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച രാവിലെ 10:15 മുതൽ ഉച്ചകഴിഞ്ഞ് 4:05 വരെയുള്ള സമയം. ഈ സമയമാണ് ഉത്രാടം കാൽ നക്ഷത്രത്തിൻ്റെ സമയം. അതായത് തിങ്കളാഴ്ച രാവിലെ 10:15 മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 4:05 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാടം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 4:05 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 9:35 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാടം മുക്കാൽ മകരക്കൂറുകാരാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ പ്രത്യേകം മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ. ഉത്രാടം നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവതയാണ്. അതുപോലെ തന്നെ മൃഗം കാളയാണ്, ഭൂതം വായുവാണ്, പക്ഷി കോഴിയാണ്, വൃക്ഷം പ്ലാവാണ്. സൂര്യദശയിലാണ് ഉത്രാടം നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് എല്ലാ ഉത്രാടം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ദശാകാലം സൂര്യദശാകാലമാണ്. സൂര്യദശാകാലം ജ്യോതിഷം 6 വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 6 വർഷം എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉത്രാടം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ആ ദശാകാലം ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ദശാകാലം ഏത് ഗ്രഹത്തിൻ്റെ ദശാകാലമാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരാം. സൂര്യദശാകാലം 6 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിൻ്റെ 4 വർഷം ഒരു കുട്ടിക്ക് ജനനാൽപരം കിട്ടിയെന്ന് വിചാരിക്കുക. ജനനശിഷ്ടമായി ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് 4 വർഷം കിട്ടിയെന്ന് വിചാരിക്കുക. 4 വയസ്സ് വരെ സൂര്യദശാകാലം. പിന്നീട് 10 വർഷം ചന്ദ്രദശാകാലമാണ്. അപ്പോൾ ആ കുട്ടിക്ക് 14 വയസ്സായി. ചന്ദ്രദശാകാലം കഴിഞ്ഞാൽ 7 വർഷം കുജദശാകാലം, 21 വയസ്സായി. പിന്നീട് 18 വർഷം രാഹുവിൻ്റെ ദശാകാലമാണ്. 21 തൊട്ട് 29, 10, 39. ഈ സമയം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഈ രാഹു ദോഷം ചെയ്യുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഗ്രഹനില എടുത്ത് പരിശോധിച്ച് നോക്കണം. ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം വന്നിട്ടുണ്ടോ, നല്ലൊരു ജോലി കിട്ടാതെ പോയിട്ടുണ്ടോ, പ്രേമവിവാഹത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാഹുവിനെ കേന്ദ്രീകരിച്ചുള്ളതായതുകൊണ്ട് രാഹു ഗ്രഹനിലയിൽ ഏതു ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം നോക്കി മനസ്സിലാക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഈ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ല. എവിടെ ചെന്നാലും തടസ്സമാണ്, പ്രശ്നമാണ്, രോഗമാണ്, ദുഃഖമാണ്, ദുരിതമാണ്, വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകത്തില്ല, ശ്വാസം മുട്ടൽ, വലിവ്, ആപത്തുകൾ, അനർത്ഥങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. ഈ കുട്ടിയെ സംബന്ധിച്ചോളം അതിനൊന്നും അറിയാൻ മേലാത്ത പ്രായമുണ്ട്. മാതാപിതാക്കളാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. മാതാപിതാക്കൾ ഈ കുട്ടിയുടെ ഉപരിപഠനത്തിന് ഈ സമയം പോയാൽ ആ ഉപരിപഠനത്തിൽ വിജയിക്കുമോ, എന്ത് തൊഴിലാണ് ഈ കുട്ടിക്ക് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ജ്യോതിഷത്തിൽ അറിയാം. ജ്യോതിഷത്തിൽ ഒരു കുട്ടിയുടെ ഗ്രഹനില വെച്ച് ആ കുട്ടി ഏത്
ഫീൽഡിലേക്കാണ്, ഏതു മേഖലയിലേക്കാണ് ഒരു തൊഴിൽ സംബന്ധമായി കടന്നു പോകുന്നതെന്നുള്ളത് വക്കീലാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ, ടെക്നീഷ്യനാണോ, ഏതു മേഖലയിലാണ് ശോഭിക്കുന്നത് എന്നുള്ളത് ഗ്രഹനില നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ പലരും ഈ കുട്ടികളുടെ ഗ്രഹനില നോക്കാതെ ആ കുട്ടികളെ അങ്ങ് വിടുകയാണ്, ഓരോ പഠനത്തിന് അങ്ങ് വിടുകയാണ്. ആ മേഖലയിൽ അവർ ശോഭിക്കണമെന്നില്ല. ചിലർ പഠിച്ച മേഖലയിലല്ല അവർ തൊഴിൽ ചെയ്യുന്നത്. അത് കാരണം മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് കുട്ടികൾ പഠിക്കാൻ പോകുന്നു. ആ പഠനം കഴിഞ്ഞ് അവർക്ക് ജന്മനാ വന്നു ചേരുന്ന തൊഴിൽ മേഖലയിലേക്ക് അവർ ചേക്കേറുന്നു. ആ മേഖലയിൽ അവർ പോയി തൊഴിലെടുക്കുന്നു, കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു, അങ്ങനെ പോകുന്നു. എന്നാൽ ആ മേഖലയിൽ അവരെ എക്സ്പെർട്ടാക്കി എടുക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അവരുടെ ഗ്രഹനില നോക്കിയാൽ അറിയാം. പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പോൾ ചിന്താഗതി വരുന്നത് എന്താണ്? തെറ്റായ ചിന്താഗതി മനസ്സിലേക്ക് ഓടി വരും. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ. ഓരോരുത്തരുടെ തലേവിധി പോലിരിക്കും. ഈ തലേവിധിയാണ് ഗ്രഹനില നോക്കിയാൽ മനസ്സിലാകുന്നത്. ആ തലേവിധിയാണ് എന്താണ് തലേ വരച്ചിരിക്കുന്നുള്ളത് ഗ്രഹനില നോക്കിയാൽ മനസ്സിലാകും. അത് പ്രിയപ്പെട്ടവർക്ക് ഞാൻ എത്രയോ പ്രാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നു. എന്നെക്കൊണ്ട് നോക്കിക്കണമെന്നല്ല, നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും നോക്കിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും നോക്കിക്കുക. ഞാൻ പറയുമ്പോൾ ഇതെനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. എന്തായാലും ഈ കേരളത്തിലുള്ള മലയാളികൾ മുഴുവൻ എന്നെ ആശ്രയിക്കത്തില്ല. എന്നോട് താല്പര്യമുള്ള കുറച്ച് പേരൊക്കെ ആയിരിക്കും എന്നെ ആശ്രയിക്കുന്നത്. പക്ഷേ ഞാനിത് പറഞ്ഞത് കേട്ടാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങളുടെ മനസ്സിലുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾ പോയി ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏത് ജോലിയാണ്, ഏത് മേഖലയിൽ ശോഭിക്കും, വിദേശത്ത് പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കാനുള്ള യോഗമുണ്ടോ, സർക്കാർ ജോലി യോഗമുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രഹനില നോക്കി അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 4 വർഷം സൂര്യദശാകാലം, 10 വർഷം ചന്ദ്രദശാകാലം, 14 വർഷം കഴിഞ്ഞാൽ പിന്നെ കുജദശാകാലം 7 വർഷം, 21 വയസ്സ് കഴിഞ്ഞാൽ 18 വർഷം രാഹുദശാകാലം, 21 തൊട്ട് 39 കഴിഞ്ഞാൽ 55 വയസ്സ് വരെ വ്യാഴദശാകാലം, 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിയുടെ ദശാകാലമാണ്. 74 വയസ്സ് വരെ ശനിയുടെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ 17 വർഷം ബുധദശാകാലം, 74, 7, 80, 91 കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുദശാകാലം, 98, 20 വർഷം ശുക്രദശാകാലം, 118. അപ്പോൾ ഇങ്ങനെ എൻ്റെ കണക്ക് പോകും എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം അതുമായിട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ, പ്രായവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നതെന്നറിയും. ശോഭനമായ ദശാകാലമാണെങ്കിൽ സന്തോഷത്തോടു കൂടി കഴിയുക, സന്തോഷത്തോടു കൂടി ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാൻ ഇഷ്ടമുള്ളതൊക്കെ സമർപ്പിക്കുക. ഇനി മോശമായ സമയമാണെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുക എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഉത്രാട നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ശ്രദ്ധിക്കാം. ഈ ഉത്രാട നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച് ജീവിത വിജയം നേടുന്നവരാണെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ ഉത്രാട നക്ഷത്ര ജാതകർക്കും അങ്ങനെ കഴിയണമെന്നില്ല. അവർ ജനിച്ച സമയത്തിലെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ അതിന് മാറ്റം വരും. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അവർ അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേരും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ധാരാളം സുഹൃത്തുക്കൾ ഇവർക്കുണ്ട്. ഇവരെ സഹായിക്കുന്നവരെ ഇവർ നന്ദിയോടുകൂടി ഇവരും സഹായിക്കും. എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നവരാണ് ഉത്രാട നക്ഷത്ര ജാതകരെന്നും ജ്യോതിഷം പറയുന്നു. ഉത്രാട നക്ഷത്ര സ്ത്രീകൾ സുന്ദരിമാരും പേരും പ്രശസ്തിയുമുള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു. വിനയം, സമ്പത്ത്, സദാചാരനിഷ്ഠ ഉള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജ്യോതിഷം ഉത്രാട നക്ഷത്ര ജാതകരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലം ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഉത്രാട നക്ഷത്ര ജാതകരുണ്ട്. എന്നാൽ സുഷുപ്തിയിൽ ജീവിക്കുന്നവരുമുണ്ട്. ഹൈടെക് ജീവിതം നയിക്കുന്നവരുമുണ്ട്. ഒക്കെ അതൊക്കെ ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ദശാകാലത്തിൻ്റെ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ മുന്നേറാവുന്നതാണ്. രോഗം ചികിത്സിച്ചു മാറ്റുന്നത് പോലെ ദശാകാല ദോഷങ്ങളും ചികിത്സിച്ചു മാറ്റാം. അല്ലെങ്കിൽ പ്രാർത്ഥനയും വഴിപാടും പൂജയും ഒക്കെ ആയിട്ട് അതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്തൊരു കാര്യവും ഈ ഭൂമിയിലില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഉത്രാട നക്ഷത്ര ജാതകർ അവിട്ടം, പൂരുട്ടാതി, ചോതി, മകൻ, രേവതി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. അതുപോലെ തന്നെ അവിട്ടം, പൂരുട്ടാതി, ചോതി, മകം, രേവതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും നാളത്തെ നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്ന് ചിന്തിക്കാം. നാളെ ഉത്രാട നക്ഷത്രമാണ്. തിങ്കളാഴ്ച ദിവസവുമായി ഉത്രാട നക്ഷത്രം കൂടിച്ചേരുന്നു. ഉത്രാട നക്ഷത്ര ദിവസമാണ്.
ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, പൂരാടം, ഉത്രം, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, പൂരാടം, ഉത്രം, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സാധാരണ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങൾ തന്നെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി നാളെ തിങ്കളാഴ്ച ദിവസം പകൽ സമയത്തെ ശുഭസമയം, പ്രധാനപ്പെട്ട സമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:07 മുതൽ 7:37 വരെ ശുഭസമയമാണ്. തിങ്കളാഴ്ച രാവിലെ 6:07 മുതൽ 7:37 വരെ ശുഭസമയമാണ്. പിന്നീട് 10:37 മുതൽ ഉച്ചകഴിഞ്ഞ് 3:07 വരെയും ശുഭസമയമാണ്. ഈ പ്രധാനപ്പെട്ട സമയത്ത്, ഈ ശുഭസമയത്ത് ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടാൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 27 ഒറ്റസംഖ്യ ആക്കണം, 9 വരും. 2 + 7 = 9. അങ്ങനെ ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. നിരാശപ്പെടാതെ കടും ചുവപ്പ്, നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷം പറയുന്നു. നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുവാനും മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതികൂലങ്ങളെയൊക്കെ ഇല്ലാതാക്കുവാനും നിറങ്ങൾക്ക് കഴിയും. അപ്പോൾ അനുകൂലമായ നിറങ്ങൾ നാളത്തെ ദിവസം പ്രിയപ്പെട്ടവർക്ക് ഉണ്ടെങ്കിൽ, അതായത് വസ്ത്രങ്ങളിൽ കൂടി അനുകൂലമായ നിറം കടും ചുവപ്പ്, നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. മാത്രമല്ല, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടോ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവർക്കായിട്ട് നൽകുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂർ. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ഏത് വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വരിക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചോളം തൊഴിൽപരമായി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് ബന്ധുഗുണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവരുടെ തൊഴിൽ മേഖലയിൽ കൂടി നല്ല ധനലാഭം ഉണ്ടാകുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കൃഷിയിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ദാമ്പത്യ സുഖമുണ്ട്. അങ്ങനെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതൃസുഖമുണ്ട്. എന്നാൽ പിതാവിനെ കൊണ്ട് അത്ര അനുകൂലമായ സുഖാനുഭവങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം വരുന്ന രീതിയിലുള്ള ഇടപെടൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ട് അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സ്ത്രീകൾക്ക് ഈ നാളുകാരോട് കൂടുതൽ താല്പര്യം തോന്നുന്നൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളേണ്ടത്. അവർക്ക് ഭാഗ്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതാണ് അതിൻ്റെ പ്രത്യേകത. നാളത്തെ ദിവസം അവർക്ക് ഭാഗ്യം തുണയ്ക്കുന്നൊരു ദിവസമാണ്. തീർച്ചയായിട്ടും ഭാഗ്യം അവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവരുടെ എല്ലാ കാര്യങ്ങളിലും, അവരുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽപരമായും ധനപരമായും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക.
ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം കുറഞ്ഞിരിക്കും. ധനസ്ഥിതി മോശമാകാൻ ഇടയുണ്ട്. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള കഷ്ടതകൾ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്നും വരുമാനം കിട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണെന്നുള്ളത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇവർക്ക് വന്നു ചേരുന്നു. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വന്നാലും ജീവിതം നിലനിർത്തി കൊണ്ടുപോകാൻ ആശ്വാസകരമായിട്ട് വലിയ കഷ്ടത പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വന്നാലും അവർക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള ധനം തൊഴിൽ മുഖേന വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നാളത്തെ ദിവസം തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാം, ധനസ്ഥിതി മോശമാകാം, ശത്രുത ഉണ്ടാകാം, ദാമ്പത്യ ജീവിത സൗകര്യം ഉണ്ടാകാം. അങ്ങനെ പല പ്രകാരത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേർന്നാൽ പോലും വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്നൊരു വരുമാനം അത് ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായകരമായ ഒരു സാഹചര്യമായി വന്നു ചേരും എന്നുള്ളതാണ് മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല സ്വരച്ചേർച്ച ഉണ്ടാകുന്നൊരു ദിവസമാണ്. ആ സ്വരച്ചേർച്ച മുഖേന ഇവർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുന്നത് മൂലം ഇവരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം സമ്പത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയൊക്കെ സ്വത്തുവകകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സമ്പത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ ഉയർച്ചയുണ്ട്. എന്നാൽ ചിലരെയൊക്കെ സംബന്ധിച്ചോളം ശത്രുതയ്ക്കും ധനനാശത്തിനും സ്ത്രീ മൂലമുള്ള മാനഹാനിക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. പക്ഷേ അതിനുള്ള സാധ്യത കുറച്ച് പേർക്ക് മാത്രം, എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച സമയത്ത് ഈ ചന്ദ്രനും ശനിയും ശത്രുതയിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. അല്ലാത്തവർക്കെല്ലാം തന്നെ നാളത്തെ ദിവസം രാജകീയമായ ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട്. ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ശത്രുശല്യം രോഗദുരിതം ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. രോഗം ദുഃഖം കടം പ്രയാസം അങ്ങനെയും ചിലർക്കൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അത്ര അനുയോജ്യമായ ദിവസമല്ല. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും അന്നും അത്ര മെച്ചമായ ഒരു ദിവസമല്ലായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് നാളത്തെ ജ്യോതിഷപരമായിട്ടുള്ള നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. രോഗം വരാം, ദുഃഖം വരാം, ദുരിതം വരാം, കഷ്ടത വരാം, പ്രയാസം വരാം, സാമ്പത്തികമായ ഞെരുക്കം വരാം. സ്ഥിരജോലിയും സ്ഥിര വരുമാനവും ഇല്ലാത്തവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒക്കെ നാളത്തെ ദിവസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല പുത്രന്മാർ, മനഃശുദ്ധി, മറ്റുള്ളവരുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം, ഭൂമി ലാഭം, വിദ്യയിൽ ഉന്നതി, പല പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ആരോഗ്യം മെച്ചമായിരിക്കും. പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് വിജയിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ആരോഗ്യകരമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാം. ധനപരമായി ബുദ്ധിമുട്ടുന്നവർക്ക് നാളത്തെ ദിവസം ധനം തികഞ്ഞു പറ്റുന്ന അല്ലെങ്കിൽ ധനം കൊണ്ട് കാര്യങ്ങൾ സാധിക്കുവാനിരിക്കുന്നവർക്ക് അവർക്ക് നാളെ ധനം വന്നു ചേരുന്നൊരു ദിവസമാണ്. ഒന്നിലും അധികം മോഹം തോന്നാത്ത ഒരു ദിവസമാണ്. എങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് വാഹനയോഗം ഉള്ള ദിവസമാണ്. പുത്രഗുണ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണെങ്കിലും സ്ത്രീ വിഷയം മൂലം ചിലരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കലഹം, മാനഹാനി, മനോദുഃഖം എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതി പറ്റാനും സാധ്യതയുണ്ട്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്നുള്ള ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു.
ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം കീർത്തിയും പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സഹോദര സുഖ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായും കുടുംബപരമായും ഒക്കെ നേട്ടം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വിദ്യ കൊണ്ട് പലർക്കും നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. വിദ്യാഭ്യാസം നേടിയവർക്ക് തൊഴിൽപരമായി നേട്ടം വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നാൽ ചിലരൊക്കെ മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ലെങ്കിലും കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ വിജയിക്കുന്ന ദിവസമാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ത്യാഗമനോഭാവത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുന്നത് മൂലം, പെരുമാറുന്നത് മൂലം ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം, കുടുംബസുഖം, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ. എന്നാൽ ചിലരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം രോഗം, ദുഃഖം, പ്രയാസം അലട്ടുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടത അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. അവർ അത് മുഖേന അവരുടെ കുടുംബസുഖത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതായത് അവരുടെ ജന്മത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്രകാരം നാളത്തെ ദിവസം സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ ജീവിതാനുഭവങ്ങൾ മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനം, സ്ത്രീസുഖം, ധീരത, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സുഖാനുഭവ യോഗങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതൊക്കെ ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കും ലഭിക്കുക. അതാണ് അതിൻ്റെ യോഗ്യത. ഏതൊരു കാര്യത്തിനും യോഗ്യത വേണമല്ലോ. യോഗ്യത എന്ന് പറയുമ്പോൾ ജനിച്ച സമയത്ത് ഈ ശനിയും ചന്ദ്രനുമൊക്കെ അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം രാജകീയമായ സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അത്രയ്ക്ക് അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കാര്യപ്രാപ്തിക്കുറവൊക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. നയനരോഗം, അലസ, കാര്യതടസ്സം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, സാഹസ പ്രവൃത്തികൾ, ശരീരത്തിൽ മുറിവുചതകൾ, അന്യദേശവാസം, മാതൃക്ലേശം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണമൊന്നും കാര്യമായി മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ സുഖം, നല്ല ഭാര്യ, നല്ല ഭർത്താവും, നല്ല മക്കൾ, അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനും ദാമ്പത്യ ജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതിയും നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം നാളത്തെ ദിവസം എല്ലാവരിലും ഉണ്ടാകും. പ്രതികൂലമായ കാലാവസ്ഥയൊക്കെയാണ്, രോഗം, ദുഃഖം ഒക്കെ അലട്ടുവാൻ സാധ്യതയുള്ള സമയമാണ്. എങ്കിലും എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ മഹാദേവനിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആയുരാരോഗ്യ സൗഖ്യ സമാധാനത്തോടു കൂടി ആയിരിക്കുവാൻ ഞാൻ പ്രത്യേകം മഹാദേവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കും. മഹാദേവൻ്റെ അനുഗ്രഹം നാളത്തെ ദിവസവും എല്ലാവരിലും ഉണ്ടാകട്ടെ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. എങ്കിലും അവിടെ നിരാശപ്പെടാതെ നമ്മൾ പതറിപ്പോകാതെ നമുക്ക് ധൈര്യം നൽകുന്നത് മഹാദേവനാണ്. ആ മഹാദേവൻ്റെ ശക്തിയിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പോൾ നാളത്തെ ദിവസം മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.